വിദ്യാസാഗർ ഗുരുമൂർത്തി അദ്ദേഹം പറയുന്നു, അതായത് ഇതിൽ എടുത്തെടുത്ത് പറഞ്ഞിരിക്കുന്നത് ആചാര ലംഘനം നടത്തി എന്നുള്ളതാണ്. അത് ഈ പറഞ്ഞതുപോലെ IPC-യിലോ അല്ലെങ്കിൽ മറ്റ് ഇത് പ്രകാരം ഒന്നും നിലനിൽക്കുന്നതല്ല. അതൊരു കുറ്റമായിട്ട് നിലനിൽക്കുകയും ചെയ്യില്ല എന്ന് അദ്ദേഹം വളരെ ക്ലാരിറ്റിയോടുകൂടിയാണ് അക്കാര്യം വിശദീകരിച്ചത്. യെസ്, താങ്കൾക്ക് തുടരാം. അദ്ദേഹം നല്ല സീസൺഡ് ആയിട്ടുള്ള ഒരു ലോയറാണ്. യെസ്, അദ്ദേഹം പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം 120B ഇത് ഒരു തരത്തിലും അട്രാക്ട് ചെയ്യാത്തൊരു കേസാണ്. ഇത് ക്രിമിനൽ കോൺസ്പിരസി ടു കമ്മിറ്റ് ക്രൈം അല്ലെങ്കിൽ ഒരു ഒഫൻസിന് വേണ്ടി ഒരു ക്രിമിനൽ കോൺസ്പിരസിയാണ് 120B IPC-യിലുള്ളത്. ഒരു തരത്തിലും നിലനിൽക്കില്ല. കാരണം ക്രിമിനൽ കോൺസ്പിരസി ഷുഡ് ഹാവ് സം കൈൻഡ് ഓഫ് ബെനിഫിറ്റ്സ്. അതായത് ഈ പറഞ്ഞ ഇദ്ദേഹത്തിന് ക്യാഷ് ഓർ കൈൻഡ് എന്തെങ്കിലും ഒരു വെൽത്ത് വാങ്ങി വെക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പണം വാങ്ങി വെക്കുകയോ ലാഭം ഉണ്ടാക്കുകയോ ചെയ്യുന്ന ഒരു കരാറിൽ അവർ ഏർപ്പെട്ടിട്ടില്ല എന്നുള്ളത് വ്യക്തമാണ്. ഇന്നലെ തന്നെ ഞാൻ വിചാരിച്ചിരുന്നു, ഇന്ന് തന്ത്രിയോ അല്ലെങ്കിൽ അതുപോലെ തന്ത്രി അറസ്റ്റ് ചെയ്യപ്പെടുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും ആളുടെ ഗർഭക്കേസ് CPM പൊക്കിക്കൊണ്ടുവരികയോ ചെയ്യുന്ന ഞാൻ വിചാരിച്ചിട്ടേ ഉള്ളൂ. അപ്പോഴേക്ക് ഈ തന്ത്രി അറസ്റ്റിലായി. ഇന്നലത്തെ വാർത്ത ഞാൻ വായിക്കാം. ജനുവരി 8 രാത്രിയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട വാർത്ത ഞാൻ വായിക്കാം. ഗ്ലോബൽ അയ്യപ്പ സംഗമം നടത്തിയ CPM-നോട് അന്നേ കോടതി പറഞ്ഞിരുന്നു 45 ദിവസത്തിനുള്ളിൽ ഇതിന്റെ പണം ആര് തന്നു, എവിടെ നിന്ന് ഇത്രയും പണം വന്നു, എത്ര കോടി ഇതിനുവേണ്ടി മുടക്കി എന്ന നിശ്ചിതമായ റിപ്പോർട്ട് ഓഡിറ്റ് കോടതിയിൽ സമർപ്പിക്കണം എന്ന് പറഞ്ഞിട്ട് ഇന്ന് വരെ, ഇപ്പോൾ ജനുവരി 8 വരെ കൊടുത്തിട്ടില്ല. അപ്പൊ തത്രപ്പെട്ട് അറസ്റ്റ് ചെയ്തതിന്റെ പിന്നിൽ ഒറ്റ കാര്യമേ ഉള്ളൂ, ഈ വാർത്ത ഡൈവേർട്ട് ചെയ്യാന്നുള്ളതാണ്. ഇന്നലെ വന്ന വാർത്തയാണ്, എത്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഞാൻ പറയുന്നത്, ഗ്ലോബൽ അയ്യപ്പ സംഗമത്തിലേക്ക് അവിശുദ്ധരായ പലരുടെയും പണം ഒഴുകിയെത്തിയിരിക്കാം എന്നുള്ളതാണ് എന്റെ നിഗമനം. ആ വാർത്തയിൽ നിന്ന് കേരള ജനതയെ, സമൂഹത്തെ വഴിതിരിച്ചുവിടാൻ വേണ്ടി സ്ഥിരം CPM ചെയ്യുന്ന ഗർഭക്കേസ്, നാറ്റക്കേസ് അല്ലെങ്കിൽ ഒളിച്ചോടിയ കേസ് അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും വരുന്നതാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ അതിവേഗത്തിൽ അവർ തന്ത്രി അറസ്റ്റ് ചെയ്തിരിക്കുക. തന്ത്രി അറസ്റ്റ് ചെയ്യുന്നതിലൂടെ എന്താ സംഭവിക്കുന്നത്? ഇതുവരെ രാഷ്ട്രീയപരമായിട്ടും ഡിഫെൻഡ് ചെയ്യാൻ പറ്റാതെ കഷ്ടപ്പെട്ടുകൊണ്ടിരുന്ന CPM-ന്റെ തലയിലേക്ക് വന്ന ഈ അശനിവാദം മുഴുവൻ റിലീജിയസ് റെസ്പോൺസിബിലിറ്റി ആയിട്ട് മാറ്റി വെച്ചാൽ അതിൽ നിന്ന് രാഷ്ട്രീയ ലാഭം കൊയ്യാമെന്നൊരു, അപ്പൊ നിങ്ങൾ ചോദിക്കുക SIT എന്താ പിന്നെ രാഷ്ട്രീയ സമ്മർദ്ദത്തിന് വഴങ്ങുമോ? എന്റെ ചിന്തയിൽ SIT പോലും CPM-ന്റെ നേതാക്കന്മാർക്ക് സ്വാധീനിക്കാൻ പറ്റിയേക്കാം എന്ന ചിന്ത എനിക്കുണ്ട്. കാരണം അത് അന്വേഷിക്കുന്നത് നമ്മുടെ പോലീസുകാർ തന്നെയാണ്, പുറത്തുനിന്നുള്ള ഏജൻസി അല്ല. അപ്പൊ പുറത്തുനിന്നൊരു ഏജൻസി കൂടി ഇതിൽ ജോയിൻ ചെയ്തിട്ട് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കതിന് കുറച്ചുകൂടി വിശ്വാസ്യത വന്നേനെ. കാരണം നമ്മുടെ നാട്ടിൽ കഴിഞ്ഞ 10 വർഷങ്ങളുടെ അടുത്തായിട്ട് ഈ പോലീസ് എങ്ങനെയാണ് പെരുമാറിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് അവർ CPM-ന്റെ ക്രൈംസിനെ, CPM മന്ത്രിമാരുടെ പ്രസ്താവനകൾ, അവരുടെ രീതികളെ എങ്ങനെ കണക്കാക്കുന്നു, മറ്റുള്ളവരെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു നമ്മൾ കണ്ടുകൊണ്ട് വരുന്നതാണ്. അപ്പൊ ഇവിടെ ഇന്നലത്തെ വാർത്ത ഒന്നും ഞാൻ ചെറുതായിട്ട് വായിക്കുന്നില്ല, ഞാൻ പറയാം. അതായത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അയ്യപ്പ സംഗമം നടത്തി സെപ്റ്റംബർ 20 പമ്പ തീരത്ത് വെച്ചിട്ട്, അവിടെ വിശുദ്ധയായ പമ്പ നദിയുടെ തീരത്ത് വെച്ച് നടത്തിയ ഈ ഒരു സംഗമത്തിന് ദേവസ്വത്തിൽ നിന്ന് ഒരു പൈസ പോലും എടുക്കുന്നില്ലെന്നാണ് കോടതിയെ CPM ധരിപ്പിച്ചിരുന്നത്. അതുകൊണ്ടാണ് കോടതി, അല്ലെങ്കിൽ ഈ ട്രാവൻകൂർ ദേവസ്വം ബോർഡ് ധരിപ്പിച്ചിരുന്നത്. അതുകൊണ്ടാണ് കോടതി ഇവർക്ക് അവിടെ സംഗമം നടത്താൻ അനുമതി കൊടുത്തത്. പിന്നെ ഈ ഫണ്ട് എവിടെ നിന്ന് വരുന്നു ചോദിച്ചപ്പോൾ ഭക്തരായ ലോകം മുഴുവനുള്ള മലയാളികളിൽ നിന്ന് അവരുടെ ഔദാര്യം, അവരുടെ സംഭാവനയാണെന്ന് പറഞ്ഞു. എങ്കിൽ ആ സംഭാവന ആരൊക്കെ തന്നു, എത്ര കോടി പിരിച്ചു എന്ന് കോടതിക്ക് ബോധ്യപ്പെടണം. അതിന് ഓഡിറ്റ് സമർപ്പിക്കണം. 45 ദിവസം അനുവദിക്കുന്നു പറഞ്ഞു കോടതി. ഇവർക്ക് ഒരിക്കലും സമർപ്പിക്കാൻ പറ്റിയിട്ടില്ല. എന്റെ അറിവിൽ, എന്റെ അനുഭവത്തിൽ ഈ CPM-ന്റെ നേതൃത്വത്തിലുള്ള ഈ ഗവൺമെന്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഇതപര്യന്തമുള്ള പ്രവർത്തനങ്ങളിൽ ഞാൻ മനസ്സിലാക്കുന്നത്, ദേവസ്വം ബോർഡ് നന്നായി പണം ഇതിനു വേണ്ടി അയ്യപ്പന്റെ പണം എടുത്തിട്ടുണ്ടാവണം. അല്ലെങ്കിൽ എന്താണ് ഒരു പരിപാടിയുടെ റിപ്പോർട്ട് പോലും, ഒരു ഓഡിറ്റ് റിപ്പോർട്ട് പോലും കോടതിക്ക് കൊടുക്കാൻ ഇത്ര സമയത്തിന് ആവശ്യം എന്താണ്? അപ്പൊ ഒട്ടും സുതാര്യമല്ലാത്ത ഒരു ഭരണ സംവിധാനമായിട്ട്, ഒരു സ്റ്റാച്യൂട്ടറി ബോഡി ആയിട്ട് ഈ ദേവസ്വം ബോർഡ് അധപ്പതിച്ചു കഴിഞ്ഞു. ഇപ്പൊ നേരത്തെ അനിൽ വക്കീൽ പറഞ്ഞൊരു കാര്യം വളരെ പ്രസക്തമാണ്. എന്താണ്? ആരാണ് തന്ത്രി? തന്ത്രി എന്ന് പറഞ്ഞാല് ക്രിസ്തുമതത്തിലെ ബിഷപ്പിനെ പോലെയോ അല്ലെങ്കിൽ പോപ്പിനെ പോലെയോ ഒന്നും അല്ല. തന്ത്രി എന്ന് പറയുന്നത് ദേവസ്വം ബോർഡിന്റെ ഒരു സബോർഡിനേറ്റ് മാത്രമാണ്. ദേവസ്വം ബോർഡിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി മാത്രമാണ് അയാൾ. അയാൾക്ക് മതപരമായി നമ്മൾ കൊടുക്കുന്ന ബഹുമാനം കൊണ്ട് മാത്രമാണ് തന്ത്രി എന്തോ വലിയ ഒരു അധികാരിയാണെന്ന ചിത്രം വരുന്നത്. പക്ഷെ സത്യത്തിൽ തന്ത്രി നിയമപരമായി നോക്കിയാൽ ക്ഷേത്രത്തിലെ ഒരു ജീവനക്കാരനാണ്. അത് ദേവസ്വം ബോർഡിന്റെ ജീവനക്കാരനായിട്ടാണ് കണക്കാക്കുന്നത്. അല്ല വിദ്യാസാഗർ ഗുരുമൂർത്തി, അതായത് നേരത്തെ ചിലരൊക്കെ പറഞ്ഞിരുന്നത്, അതായത് തന്ത്രിയാണ് ഇതിന്റെയൊക്കെ കസ്റ്റോഡിയൻ എന്നുള്ള രീതിയിലാണ്. അതിപ്പോ അദ്ദേഹം കൃത്യമായിട്ട് വ്യക്തമാക്കി. തിരുവാഭരണ കമ്മീഷണറാണ് കസ്റ്റോഡിയൻ. തിരുവാഭരണ കമ്മീഷണറാണ് അയ്യപ്പന്റെ ഒരു തരി പൊന്നിന്റെ പോലും കസ്റ്റോഡിയൻ. ഒരിക്കലും തന്ത്രിക്ക് അതിൽ അധികാരമില്ല.
തന്ത്രി പൂജ ചെയ്യുന്നതിന്റെ പരമാധികാരിയാണ്. ക്ഷേത്രത്തിലെ പൂജാവിധാനങ്ങളുടെ, ക്ഷേത്രത്തിൽ എങ്ങനെ നടക്കണം, എപ്പോൾ നട തുറക്കണം, എപ്പോൾ നട അടയ്ക്കണം എന്നിങ്ങനെ കാര്യങ്ങൾ ഇപ്പൊ നമുക്കറിയാലോ. കഴിഞ്ഞ തവണ രഹ്ന ഫാത്തിമയും കനക ദുർഗയും ബിന്ദു അമ്മണിയും കൊണ്ട് CPM എന്ന പാർട്ടി അവിടെ മല കയറിയപ്പോൾ നട അടയ്ക്കാൻ തീരുമാനിച്ചതും ഇതേ തന്ത്രിയാണ്. തന്ത്രി പറഞ്ഞല്ലോ, അവർ കയറുകയാണെങ്കിൽ ഞങ്ങൾ നട അടയ്ക്കുമെന്ന്. എന്നിട്ട് അവരെ ആൺവേഷം കെട്ടിച്ച് ഇതേ പോലീസല്ലേ, ഇതേ കേരള പോലീസല്ലേ അവരെ ആൺവേഷം കെട്ടിച്ച് പുലർകാലത്ത് ആരും ശ്രദ്ധിക്കാത്ത സമയത്ത് നടയിൽ കയറ്റിയത് അല്ലേ? അത് ആചാര ലംഘനം അല്ലേ? ആചാരം എന്ന വിഷയത്തിൽ കോടതിക്ക് ഇടപെടുന്നതിന് പരിധിയുണ്ട്. എന്തുകൊണ്ടുണ്ട്? ഓരോ മതത്തിന്റെയും ഓരോ വിഭാഗത്തിന്റെയും ആചാര വിചാരങ്ങൾ വ്യത്യസ്തമാണ്. അവിടെ കോടതിക്ക് ഒരു കോൺക്രീറ്റ് ഓർഡർ കൊടുക്കാൻ പറ്റില്ല. കാരണം ഇപ്പം പിന്നെ സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന ചക്കുളത്ത് കാവിൽ പുരുഷന്മാർക്കല്ല പ്രവേശനം, സ്ത്രീകൾക്കാണ്. അവിടെ ഞാൻ പറയും അത് സമത്വമല്ല, എനിക്കും കയറണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയല്ല. ആ ആചാരത്തെ മാനിക്കുക. ഞാൻ ശബരിമലയ്ക്ക് പോവുക, ശബരിമലയ്ക്ക് പോകണം, സ്ത്രീകൾ വാശി പിടിക്കാതെ അവർ ചക്കുളത്ത് പോവുക, ചക്കുളത്ത് കാവിൽ പോവുക. ഇതല്ലേ ഹിന്ദു മതത്തിൽ കാലങ്ങൾ. ഇപ്പൊ ഇതിലിപ്പം നമുക്ക് തർക്കമില്ല. തർക്കമുള്ളത് നമ്മളെ ഒന്നും അറിയാത്ത, നമ്മുടെ ആചാര വിചാരങ്ങൾ അറിയാത്ത മറ്റുള്ളവർക്കാണ് ഈ വിഷമം മുഴുവൻ. അപ്പൊ ഇത് മുഴുവൻ അനുവദിച്ചു കൊടുക്കുകയും കേരളത്തെ കുരുതിക്കളം പോലെ ആക്കി തീർക്കുകയും ചെയ്ത സർക്കാർ ഇപ്പോ വളരെ വിശുദ്ധരായി കടകംപള്ളിയുമായിട്ട് രഹസ്യമായി സംസാരിക്കുന്ന ഫോട്ടോ വന്നപ്പോ CPMന്റെ ചങ്കത്ത് തറച്ചു. പോട്ടെ, മുഖ്യമന്ത്രി പിണറായി വിജയൻ ഏത് പരിപാടിയിൽ വെച്ചിട്ടാണ് ഈ പോറ്റിയെ കണ്ടത്? ഞാൻ ചോദിക്കട്ടെ, മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ സരിതാ നായർ വന്നു എന്ന കേസ് പ്രകാരമാണല്ലോ ഇവര് അന്നത്തെ ഉമ്മൻചാണ്ടി സാറിന്റെ തലയിൽ കല്ലെടുത്തെറിഞ്ഞതും പ്രശ്നം ഉണ്ടാക്കിയത് അല്ലെ? ഓർമ്മയുണ്ടോ? ഉമ്മൻചാണ്ടി കാർ ആക്രമിച്ചു വഴി തെരുവിൽ. സരിതാ നായർ എന്ന സ്ത്രീ, കേരളത്തിലെ ഒരു സ്ത്രീ കേരള മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വന്നു എന്നതിന്റെ പേരിലാണ് CPM ഈ സെക്രട്ടേറിയറ്റ് വളഞ്ഞു തൂറി നശിപ്പിച്ചു. ഓർമ്മയുണ്ടോ? സെക്രട്ടേറിയറ്റിന് ചുറ്റും അപ്പിയിട്ട് നശിപ്പിച്ച ഒരു സമരം ഉണ്ടായിരുന്നു. അപ്പൊ ഇതൊക്കെ എന്തിനു ചെയ്താണ്? അപ്പൊ അവർക്ക് നിസ്സാരമായ ഒരു കാര്യത്തെ പൊളിറ്റിക്കലായി വളച്ചൊടിച്ചിട്ട് മുഖ്യമന്ത്രിക്ക് തലയ്ക്ക് കല്ല് വിളിച്ചെറിയാൻ ഒരു പ്രയാസമില്ല. അതേ ആളുകളാണ് പറയുന്നത് ഈ മുനയൊന്നും പിണറായി വിജയന്റെ അടുത്തേക്ക് പോകരുത്. പിണറായിയുമായിട്ട് എത്ര സൗഹൃദപരമായിട്ടാണ് പോറ്റി സംസാരിക്കുന്നത് ആ വീഡിയോയിൽ കാണാം. ഞാൻ ഏഷ്യാനെറ്റിലാണ് അത് കണ്ടത്, ആ വീഡിയോ. അപ്പൊ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ഏത് പരിപാടിക്കാണ് വന്നത്? കേരളത്തിലെ ഏറ്റവും വലിയൊരു ജുവലറിയുടെ വക ദേവസ്വം ബോർഡിലേക്കോ മറ്റോ ഒരു ഒറ്റ ആംബുലൻസ് മറ്റും കൊടുക്കുന്ന പരിപാടിയാണ്. ഒരു ആംബുലൻസ് കൊടുക്കുന്ന പരിപാടി മുഖ്യമന്ത്രി നേരിട്ട് അവരുടെ സ്വകാര്യ സ്ഥലത്ത് പോകുന്നു. മുഖ്യമന്ത്രി അതായത് ഒരു ആംബുലൻസ് കൊടുക്കുന്ന ചടങ്ങിൽ പിണറായി വിജയൻ പങ്കെടുക്കില്ല. പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ ആ ചടങ്ങിൽ പങ്കെടുക്കാൻ അത്രയും അടുപ്പമുള്ള ഒരാള് അതിൽ ഉണ്ടാവണം അല്ലേ? യെസ്, അതാണ് വെളിവാകുന്നത്. ആരാണ് മുഖ്യമന്ത്രി? ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഞാൻ പറയണേ സാറേ, ഞാനൊരു ഒറ്റ വീൽ ചെയർ കൊടുക്കണ്ട്, സാർ വരുമെന്ന് വെച്ചാൽ അയാൾ ആട്ടി വിടില്ല, അവിടുന്ന് ആട്ടി വിടുവാണ്. അപ്പോ ഒരു പൊതുപരിപാടി പോലും അല്ലാത്ത ഒരു സ്വകാര്യ പരിപാടിയിൽ ദേവസ്വം ബോർഡിന് വേണ്ടി ഒരു ആംബുലൻസോ മറ്റും കൊടുക്കുക, അല്ലെങ്കിൽ ഒരു മെഡിക്കൽ യൂണിറ്റോ മറ്റും കൊടുക്കുന്ന ഒരു പരിപാടിക്ക് മുഖ്യമന്ത്രി വളരെ സസന്തോഷം പുഞ്ചിരിച്ചുകൊണ്ട്, അദ്ദേഹം പുഞ്ചിരിക്കുന്നത് ഒരു അത്ഭുത സംഭവമാണല്ലോ, വളരെ അപൂർവമായി സംഭവിക്കുന്ന കാര്യമാണ്. സസന്തോഷം പങ്കെടുക്കുകയും പോറ്റിയോട് വളരെ കാലത്തെ പരിചയമുള്ള ആൾക്കാരെ പോയി എന്തോ ഒരു 3-4 വാക്കുകൾ പറയുകയും ചെയ്യുന്നുണ്ട്. മുഖ്യമന്ത്രി പൊതുവെ അങ്ങനെ പരിചയമില്ലാത്തവരോട് ചിരിക്കാത്ത ഒരാളാണ്. നമുക്കറിയാവുന്ന കാര്യം, മുഖ്യമന്ത്രി നന്നായി ചിരിച്ച് ഞാൻ കണ്ടിട്ടുള്ളത് ഒന്ന് നമ്മുടെ ലുലു മോളിന്റെ മുതലാളി യൂസഫ് അലിയുടെ ചടങ്ങുകളിലും അല്ലെങ്കിൽ അതുപോലെ വലിയ നടന്മാർ വരുമ്പോൾ, മോഹൻലാലോ മമ്മൂട്ടിയൊക്കെ വരുമ്പോൾ മാത്രമാണ് ഞാൻ ചിരിച്ചു കണ്ടിട്ടുള്ളത്. സാധാരണക്കാരോട് ചിരിക്കാൻ പ്രയാസമുള്ള ഒരു മുഖ്യമന്ത്രിയാണ് നമ്മുടെ നാട്ടിൽ. നമുക്കറിയാം. അതുകൊണ്ട് ഞാനൊരു പ്രജയെന്ന നിലയ്ക്ക് പറയാം, അത് ആ രാജാവിന്റെ കീഴിലുള്ള ഒരു പ്രജയെന്ന നിലയ്ക്കാണ് ഞാൻ പറയുന്നത്. അപ്പം പോറ്റിയുമായിട്ട് സൗഹൃദം മുഖ്യമന്ത്രിക്ക് ഇല്ല എന്ന് നിഷേധിക്കാൻ പറ്റാത്ത രീതിയിലുള്ള വിഷ്വൽ കോഴിക്കോട്ടെ കോൺഗ്രസ് നേതാവ് സുബ്രഹ്മണ്യൻ അതിന്റെ സ്റ്റിൽസ് എടുത്തിട്ട് സുബ്രഹ്മണ്യൻ അന്ന് അറസ്റ്റ് ചെയ്തു. അതും പിന്നെ എന്താ പറയാ, നക്സലൈറ്റുകളെയൊക്കെ വളഞ്ഞു പിടിക്കുന്ന പോലെ സുബ്രഹ്മണ്യന്റെ വീട്ടിൽ വളഞ്ഞിട്ടാണ് അയാൾ അറസ്റ്റ് ചെയ്തുകൊണ്ടത് എന്ന് പറഞ്ഞാൽ ഇവിടെ ശരിക്കും ആരാണ് ഇതിന്റെ കിങ് പിൻ എന്ന് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്ന രീതി. പല കേസുകൾ, ഇപ്പൊ ഒരു കേസല്ലോ മുഖ്യമന്ത്രിക്കെതിരെ എത്ര കേസുകൾ വന്നു. അതൊക്കെ അദ്ദേഹത്തിന്റെ സാമർഥ്യം കൊണ്ടോ രാഷ്ട്രീയപരമായിട്ടുള്ള വളച്ചൊടിക്കൽ കൊണ്ടോ മറ്റു വിഷയങ്ങളിലേക്ക് ശ്രദ്ധ പോകുന്നത് കൊണ്ടോ കൈവെള്ളിയിൽ കൊണ്ട് നടക്കുന്നത്. പത്മകുമാറിന് എതിരെ ഒരു നടപടിയില്ലല്ലോ, ഒരു സസ്പെൻഷൻ അതുപോലും ഇല്ലല്ലോ. പത്മകുമാർ ഇപ്പോഴും പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗമായി തുടരുകയാണ്. അല്ല, എന്തുകൊണ്ട് തുടരുന്നു? അതുകൊണ്ട് പറഞ്ഞുതരാം. അതെ, എന്തുകൊണ്ടാണ് പത്മകുമാറിനെ വെറുപ്പിക്കാൻ പറ്റാത്തത്? പത്മകുമാറുമായിട്ടൊരു ഇഷ്യൂ അവിടെ ഉണ്ടായിട്ടുണ്ട്. ദേവസ്വം ബോർഡിൽ നിന്ന് പത്മകുമാർ ഇറങ്ങിയ ഉടനെ പത്മകുമാറിനെ ഇവർ കൂട്ടം കൂടി അടിച്ചു CPM കമ്മിറ്റിയിൽ വെച്ചിട്ട്. ഓർമ്മയുണ്ടോ അത്? അതെ.
പത്മകുമാറിനെ CPM കമ്മിറ്റിയിൽ വെച്ച് പത്മകുമാറിനെ അടിച്ചു ഉപദ്രവിച്ചു. എനിക്ക് തോന്നുന്നു സഖാവ് രവിശങ്കറും ആ യോഗത്തിൽ പങ്കെടുത്തിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എത്ര വിചിത്രമായ വാദമാണ് ഈ മനുഷ്യൻ ഇദ്ദേഹം പറയുന്നത്. ഞാനവിടെ ഒളികാമറ, ഞാൻ പത്രമാധ്യമങ്ങൾ വന്ന വാർത്തയെ വിശ്വസിച്ചതാണ്. ഞാനവിടെ ഒളികാമറ നമ്മുടെ ഗോപി കോട്ടമുറിക്കൽ വെച്ച പോലെ ഒളികാമറ ഞാൻ വെച്ചിട്ടില്ലായിരുന്നു. ഞാൻ നേരിട്ട് പത്രങ്ങൾ കണ്ട കാര്യമാണ്. അത് നിങ്ങൾ എങ്ങനെ CPM ആഫീസ് വരാൻ പറ്റില്ലല്ലോ. അതല്ല, ഗോപി കോട്ടമുറിക്കലല്ല ഞങ്ങൾ കണ്ടത്, CPM നിങ്ങൾക്ക് CPM ആഫീസ് വരാൻ പറ്റില്ലല്ലോ. അല്ല, നിങ്ങൾക്ക് ഫോട്ടോ എടുക്കാനും പറ്റില്ലല്ലോ. അല്ല, ഞങ്ങൾക്ക് എന്താ വരാൻ പറ്റാത്തത്? നിങ്ങൾക്ക് ഫോട്ടോ എടുക്കാൻ അല്ല, ഞാൻ ചോദിക്കട്ടെ, ഈ ഞാൻ പറയട്ടെ, തിരുവനന്തപുരത്തെ ഏറ്റവും വലിയ ഹോട്ടലുകളിലൊക്കെ അണ്ടിപ്പരിപ്പും ഇത് വെച്ച് ശ്രീ എമ്മിനെയൊക്കെ കൂട്ടി ചർച്ച. അത് എനിക്കറിയത്തില്ല, ഞങ്ങൾക്ക് എന്താ വന്നാല് അതൊന്നും എനിക്കറിയില്ല. ഞാൻ ചോദിച്ചത് CPIM ജില്ലാ കമ്മിറ്റിയിലുള്ള ഒരു സംഭവം. നിങ്ങൾ എന്റെ സമയത്ത് സംസാരിക്കരുത്, മര്യാദ പാലിക്കണം. പ്ലീസ് പ്ലീസ്. ഞാൻ നിങ്ങളുടെ മര്യാദകളൊന്നും കാണിച്ചില്ലെന്നേ. എന്നോട് നമ്പ്യാർ സാർ ചോദിച്ചതിന് മറുപടി ഞാൻ നമ്പ്യാർ സാർ ചോദിച്ചതിന് നിങ്ങളുടെ പാർട്ടി ഓഫീസ് അല്ല. എനിക്ക് നിങ്ങളോട് മര്യാദ ഒന്നും കാണിക്കേണ്ട കാര്യമില്ല. ഞാൻ നിങ്ങളുടെ ഞാൻ നോക്കിക്കോളാം. ഞാൻ സംസാരിക്കും, നിങ്ങൾ എന്നോട് ചോദിച്ചത് അനാവശ്യമായ തർക്കത്തിലേക്ക് പോകണ്ട പ്ലീസ്. രവിശങ്കർ പ്ലീസ്, രവിശങ്കർ പ്ലീസ് പ്ലീസ്. അപ്പോ ഞാൻ ഒരു കാര്യം പറയാം. ഇതിലിപ്പോ പ്രധാനമായിട്ടും ഞാൻ പറഞ്ഞ കാര്യം എന്താ വെച്ചാൽ, CPM പുലർത്തുന്ന ഈ ഗുണ്ടായിസ രാഷ്ട്രീയത്തിന്റെ തുടർച്ച മാത്രമാണ് തന്ത്രിയുടെ അറസ്റ്റ്. തന്ത്രിക്ക് പങ്കുണ്ടെങ്കിൽ 100% അയാളെ ജയിലിൽ അടയ്ക്കണമെന്ന് ഇതിനു മുൻപേ തന്നെ ഓൺലൈൻ മാധ്യമങ്ങളിൽ വലിയ റീച്ച് പോയ എന്റെ വീഡിയോ ഉണ്ട്. 4.5 ലക്ഷം ആളുകൾ കണ്ട വീഡിയോ ഉണ്ട്. ഞാൻ സ്പഷ്ടമായി പറഞ്ഞാണ്, വാജിവാഹനം അടക്കം ഒരു തരി സാധനം പോലും തന്ത്രി വീട്ടിൽ കൊണ്ടുവെക്കാൻ പാടുള്ളതല്ലെന്ന് പറഞ്ഞ ആളാണ് ഞാൻ തന്ത്രിയുടെ വക്കാലത്ത്, ഞാനോ അനിൽജിയോ തന്ത്രിയുടെ വക്കാലത്ത് എടുക്കുകയല്ല. പക്ഷേ CPM എന്ന പാർട്ടിയുടെ ഒരു പാറ്റേൺ ആണ്, ഒരു ഗൂണ്ട പാറ്റേൺ. എല്ലാ കാര്യത്തിലും ഒരു ക്രിമിനൽ പാറ്റേൺ സൂക്ഷിക്കുന്ന ഒരു ക്രിമിനൽ സംഘത്തെ പോലെ അവർ പ്രവർത്തിക്കും. ഇപ്പോ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഓഡിറ്റ് റിപ്പോർട്ട് എവിടെ? ബഹുമാനപ്പെട്ട ഹൈക്കോടതി വളരെ കൃത്യമായി പറഞ്ഞതാണ്, നിങ്ങൾ അയ്യപ്പ സംഗമം നടത്തുന്നതിന് രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ടോ? ഇല്ല സാർ, ഇത് ഭക്തന്മാർക്ക് വേണ്ടി ഞങ്ങൾ നടത്തുന്നതാണെന്നാണ് അവരന്ന് കോടതി പറഞ്ഞത്. അതുകൊണ്ട് മാത്രമാണ് കോടതി അനുമതി കൊടുത്തത്. കോടതി ചോദിച്ച രണ്ടാമത്തെ ചോദ്യം, നിങ്ങൾക്ക് ഇതിനുള്ള ഫണ്ട് എവിടെ നിന്നാണ്? ഇത്രയും വിപുലമായ, നിങ്ങൾക്കറിയാലോ, 4 കൂട്ടം പായസം അടക്കമുള്ള സദ്യയായിരുന്നു വിളമ്പിയിരുന്നത്. അതെ, എല്ലാം പമ്പയിൽ തട്ടുകയും ചെയ്തു. എല്ലാം പമ്പയിൽ ആരും വന്നില്ല. ആകെ PK പ്രശാന്ത് അടക്കമുള്ള അങ്ങനെയുള്ള ആൾക്കാർ 14 പേരെ പങ്കെടുത്തുള്ളൂ. ആ പ്രശാന്ത് അടക്കമുള്ള 14 പേരെ പങ്കെടുത്തുള്ളൂ. പ്രശാന്ത് തന്നെ, ഇപ്പൊ ദേവസ്വം ബോർഡിന്റെ പ്രശാന്ത് തന്നെ ഈ ദേവസ്വം ബോർഡിൽ കയറിയതിനു ശേഷം ഉണ്ടാക്കിയ വീടിന് ഏകദേശം 3.5 കോടിയുടെ മതിപ്പ് പറയുന്നത്. 3.5 കോടി രൂപയുടെ പതിപ്പാണ് പറയുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു, ഇവരൊക്കെ പെട്ടെന്ന് ധനികരായി, പെട്ടെന്ന് വളരെയധികം വലിയ സൗകര്യങ്ങളിലേക്ക് എത്തിപ്പെട്ടു. ഇവർക്ക് തരാതരം പോലെ മന്ത്രിസഭയ്ക്ക് കാറുകൾ മാറ്റിവാങ്ങാൻ കാശുണ്ട്. ആശാ വർക്കർമാർ തെരുവിൽ കിടന്നിട്ട് മുടിമുറിച്ചും നെഞ്ചത്തടിച്ചും പട്ടിണി കിടന്നും പിന്നെ സർക്കാരോട് കേണപ്പോഴൊക്കെ ഇവർ പുച്ഛിച്ച് തള്ളി. ഇവർ ധൂർത്തിന്റെ രാഷ്ട്രീയം കളിക്കുന്നത്, ഇവർ ഗൂണ്ടാ രാഷ്ട്രീയമാണ് കളിക്കുന്നത്. ഇവർ ഗൂണ്ടായിസം കേരളം ഭയക്കാതെ ആയെന്നും തെളിവാണ് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകൾ. ഇപ്പം കഴിഞ്ഞ മുൻ മേയർ ആര്യ രാജേന്ദ്രൻ പാവപ്പെട്ട ചെറുപ്പക്കാരന്റെ ജീവിതം കുട്ടിച്ചോറാക്കാൻ വേണ്ടി വണ്ടിയുടെ മുമ്പിൽ കാർ കൊണ്ടിട്ടിട്ട് ഷോ കാണിച്ചല്ലോ. ജനങ്ങൾ മൂലക്കിരുത്തിയില്ലേ? അപ്പൊ ജനാധിപത്യത്തിൽ ജനങ്ങളാണ് രാജാക്കന്മാരും തിരിച്ചറിവ് വേണം. ഇവിടെ പറഞ്ഞത് തന്ത്രിയുടെ വക്കീൽ പറഞ്ഞു തന്നെയാണ് എനിക്ക് വീണ്ടും പറയാനുള്ളത്. there is no criminal conspiracy involved in this case that could not be proven by the investigation team. 120B അട്രാക്ട് ചെയ്യുന്ന ഒന്നില്ല. മാത്രമല്ല ക്യാഷ് ഓർ കൈൻഡ് എന്തെങ്കിലും വാങ്ങിയതായി ബെനിഫിറ്റ് ഉള്ളതായിട്ടില്ല. ഒരു തരത്തിലും ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യേണ്ട സാഹചര്യം ഉണ്ടായിരുന്നില്ല. അപ്പൊ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്തു? വലിയ മറ്റൊരു ദേവസ്വം അഴിമതി പുറകിൽ ഇന്നലെ ജനുവരി 8-ാം തീയതി കോടതി പറഞ്ഞു. എന്താണ്? കോടിക്കണക്കിന് രൂപ ദേവസ്വത്തിന്റെ തന്നെ ആയിരിക്കണം ഒരു പക്ഷേ ഈ സംഗമത്തിന് വേണ്ടി ചെലവഴിച്ചിരിക്കുക, അല്ലെങ്കിൽ സംശയദൃഷ്ടി നിൽക്കുന്ന വ്യക്തികൾ പണം ചെലവഴിച്ചിട്ടുണ്ടാവാം. ഈ 2 പ്രശ്നങ്ങളിൽ നിന്നും തലയുരാനാണ് തന്ത്രിയെ ബലിയാടാക്കിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ജനങ്ങൾക്കും അത് മനസ്സിലാവും വരും ദിവസങ്ങളിൽ.